Welcome to Flavors of India. ഉദയ്പൂർ എന്നുള്ള ഈ മനോഹരമായ റൊമാൻറ്റിക് സിറ്റിക്ക് മറ്റൊരു മുഖവും കൂടിയുണ്ട്. ഇവിടുത്തെ തിരക്ക് പിടിച്ച ഒരു നഗര കാഴ്ച. വൈകുന്നേരങ്ങളിൽ നമ്മൾ പുറത്തേക്ക് വൈകുന്നേരം എന്ന് മാത്രമല്ല രാവിലെ മുതൽ ഈ ഭാഗത്തൊക്കെ വന്നാൽ തിരക്കാണ്. എങ്കിലും ഞാനിപ്പോൾ ഒരു ഈവനിങ് സമയം വൈകുന്നേരമാണ് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ ക്ലോക്ക് ടവർ ഏരിയയിൽ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. വളരെ ചെറിയ ചെറിയ റോഡ്സ്, ഗല്ലീസാണ്, അതായത് സ്ട്രീറ്റ്സാണ്, കുഞ്ഞു സ്ട്രീറ്റ്സ്, വീതി കുറഞ്ഞ റോഡുകൾ. അതിൽ ധാരാളമായിട്ട് 2 വീലേഴ്സ്, ഉന്തുവണ്ടികൾ, കാറ്, എല്ലാം വാഹനങ്ങളും പോകുന്ന കാഴ്ച. കൂട്ടത്തിൽ പെഡസ്ട്രിയൻസ്, നടന്നു പോകുന്ന ആൾക്കാരും. അപ്പോൾ എൻ്റെ പിന്നിലേക്ക് നോക്കൂ, ഇത് ഇവിടുത്തെ വളരെ പഴക്കം ചെന്ന ക്ലോക്ക് ടവർ. അപ്പോൾ ക്ലോക്ക് ടവറിൻ്റെ ചുറ്റുവട്ടത്തുമാണ് ഈ ഒരു മാർക്കറ്റ് ഏരിയ, ബസാർ ഏരിയയാണ്. കംപ്ലീറ്റ് പലതരം സാധനങ്ങൾ വാങ്ങാൻ പറ്റിയ ഏരിയാസ്, ലോക്കൽ മാർക്കറ്റ് പോലെ. അപ്പോൾ ഓരോ സ്ട്രീറ്റും ഞാനിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുവാണ്. മിക്കവാറും അല്ലെങ്കിൽ ഏതെങ്കിലും 2 വീലർ എന്നെ ഇടിച്ചിട്ട് പോകും. അപ്പോൾ ഓരോ സ്ട്രീറ്റിലും കയറി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ സിൽവർ ഓർണമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ മിനിയേച്ചർ പെയിൻറ്റിങ്സ്, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ്, ഇങ്ങനെ ടെക്സ്റ്റൈൽസ്, ഇങ്ങനെ മാറി പല കാര്യങ്ങൾ കാണാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഈ വൈകുന്നേരം ഈ ഭാഗത്ത് കൂടിയൊക്കെ ഒന്ന് നടന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഗണ്ടാഗർ മാർക്കറ്റ് ഏരിയയിൽ കിടന്ന് കറങ്ങുകയാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ സ്വീറ്റ്സ് എല്ലാം ഉണ്ടാക്കി വിൽക്കുന്ന കാഴ്ചയാണ്. ഇതൊരു ബേക്കറിയാണ്. അതിൻ്റെ വെളിയിൽ വളരെ എന്താ പറയുക, ഓപ്പൺ കിച്ചൺ പോലെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന സ്വീറ്റ്സ്. അപ്പോൾ ഗുലാബ് ജാം, രസഗുള, ഇത് കൂടാണ്ട് മാൽപുവ എന്ന് പറയുന്നൊരു സ്വീറ്റാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ചെറിയൊരു പാൻ കേക്ക് പോലെ കട്ടി കുറഞ്ഞ ദോശ പോലെ ഉണ്ടാക്കിയിട്ട് അത് ഷുഗർ സിറപ്പിൽ, അപ്പോൾ നെയ്യിലാണ് വറുത്ത് കോരുന്നത്, എന്നിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് വയ്ക്കും. അതാണ് മാൽപുവ. ഈ ചേട്ടൻ ഇങ്ങനെ മാൽപുവാസ് ഇങ്ങനെ ചൂട് ഹോട്ടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ. भैया इसमें क्या कैसा ये बनाता है? जैसे है ना, दूध को उबाल के रबड़ी बनाई जाती है, फिर इसको ठंडा करके मैदा डालना पड़ता है, हल्का मैदा, पाउडर, ओके, मिल्क पाउडर, व्हीट पाउडर, मैदा और पानी भी? पानी नहीं, ओनली मिल्क, ओके, दूध में, ओके. और घी है? ये घी, ओके, ബട്ടർ ഗീ, ഓക്കെ. അതായത് മൈദാമാവും പാല് കുറുക്കി, പാല് വറ്റിച്ചെടുക്കുന്ന മലായി, അതിനകത്തേക്ക് മൈദാമാവും ചേർത്തിട്ട് പാലൊഴിച്ച് കലക്കിയെടുക്കുന്നു. അതാണ് ബാറ്റർ. അത് റബഡി മാൽപ്പ. ഓ, റബഡി മാൽപ്പ ഹെ. ഓ, ഇത് റബഡി വെച്ചിട്ടുണ്ടാക്കുന്ന മാൽപ്പുവാണ്. എന്നിട്ടത് നെയ്യിലാണ് വറുത്ത് കോരുന്നത്. നേരത്തെ നോക്കിക്കോളൂ, ഇങ്ങനെ കലക്കി വെച്ചിരിക്കുന്ന മാവിൽ നിന്നും തവി കൊണ്ട് കോരി ഒഴിക്കും. ഇങ്ങനെ പരന്ന ഒരു പാൻ കേക്ക് പോലെ കട്ടി കുറഞ്ഞ പാൻ കേക്ക്സ് ഉണ്ടാവും. പ്രത്യേകത ശ്രദ്ധിച്ചോ, ജിലേബി ഉണ്ടാക്കുന്ന പോലെയാണ്, പരന്ന ഒരു ചട്ടിയിലാണ്, അല്ലാതെ കുഴിഞ്ഞ ചട്ടിയല്ല, പരന്നത്. അപ്പോൾ എന്നാൽ മാത്രമേ ഈ ഷേപ്പ് അങ്ങനെ തന്നെ കിട്ടുള്ളൂ. എന്നിട്ട് അത് നേരെ ഷുഗർ സിറപ്പിലേക്ക്, അപ്പോൾ ഇങ്ങനെ വറുത്ത് കോരി നെയ്യിൽ നിന്നും നേരെ ഷുഗർ സിറപ്പിലേക്കാണ് ഇടുന്നത്. അങ്ങനെ ചൂടായിട്ട് തന്നെ നമ്മൾ കഴിക്കാൻ പോവാണ് മാൽപ്പൂ. ഇത് റാബ്രി മാൽപ്പൂ ആണ്. ഷുഗറിലിങ്ങനെ സോഫ്റ്റായിട്ടാണ് എന്താ ടേസ്റ്റാണ്. കാര്യം ഇത് പാല് കുറുക്കിയെടുത്ത റാബ്രിയും മലായി, അതും
മൈദയും പാലിൽ തന്നെ കലക്കിയെടുത്ത മാവാണ്. അത് നെയ്യിൽ വറുത്ത് ഷുഗർ സിറപ്പിലിടുമ്പോൾ എന്തൊരു സ്വാദായിരിക്കും നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. വെരി ടേസ്റ്റി. ഗുലാബ് ജാമിനെക്കാട്ടിലും ടേസ്റ്റായിട്ട് തോന്നുന്നു എനിക്ക്. അങ്ങനെ റാബ്രി മാൽപുവ കഴിക്കുവാണ്. മെൽറ്റിംഗ് ഇൻ ദ മൗത്ത് എന്നൊക്കെ പറയാറില്ലേ, അതാണ് സംഭവം. വായിലെടുമ്പോൾ തന്നെ അലിഞ്ഞു പോകും. ഇനി നമ്മൾ ഷുഗർ സിറപ്പിലിടാത്ത മാൽപുവ ഇവിടെ ഉണ്ട്. അത് ഗോതമ്പ് മാവും ഷുഗറും എല്ലാം കൂടി ചേർത്ത് തന്നെ കുഴച്ചിട്ട് വറുത്തെടുക്കുന്നതാണ്. അത് ഈ സൈഡിൽ കുറേ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ മാൽപ്പുവയാണ്. സാധാ മാൽപ്പുവ. ഇതിന് ഷുഗർ സിറപ്പിൽ ഡിപ്പ് ചെയ്തതല്ല. കാര്യം ഇത് മാവിൻ്റെ കൂടെ ഷുഗർ കൂടി ചേർത്തിട്ട് പഞ്ചസാര ചേർത്തിട്ടാണ് മാവ് കുഴയ്ക്കുന്നത്. इसमें सिर्फ चीनी और आटा, हाँ चीनी बस. ഗോതമ്പ് മാവും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ നെയ്യിൽ വറുത്തെടുക്കണം. മാവിൽ തന്നെയാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. വേറൊരു ടേസ്റ്റ്. മധുരമുള്ളൊരു സോഫ്റ്റ് പൂരി മാതിരി സാധാ മാൽപ്പുവ. മറ്റേ റാബ്രി മാൽപ്പുവാണ്. അത് പറയാതിരിക്കാൻ വയ്യ. വെരി ടേസ്റ്റി. ഇനി ഇവിടെ ഏതാണ്ട് ഭഗവാന്റെ മന്ദിറിലേക്കുള്ള പ്രസാദമുണ്ട്. അതും ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ഗോതമ്പ് ആട്ടയിൽ. അതിനെ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അത് നോക്കാം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ സാധാ മാൽപ്പുവ കാണാൻ പോവാണ്. ഓർഡിനറി മാൽപ്പുവ. എനിക്ക് വേണ്ടി അത് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അത് ബാക്കിയായി. സ്വീറ്റ് മേക്കിങ്ങിൻ്റെ ഇടയിൽ നിന്നും ഒരു പ്രൊസഷൻ കണ്ട് അതിൻ്റെ പിന്നാലെ പോയതാണ്. ഇത് ഇവിടുത്തെ ജെയിൻ ടെമ്പിളിലേക്കുള്ള യാത്രയാണ്. ജെയിൻ മതസ്ഥരുടെ ഒരു പ്രൊസഷനായിരുന്നു. അവർ ജെയിൻ ഭഗവാനെ ഇങ്ങനെ അലങ്കരിച്ച് ഒരു ബാൻഡ് മേളത്തോടു കൂടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. പിന്നെ നമ്മൾ ഇച്ചിരി നേരം കൂടെ പോയി. പക്ഷേ ഇനി കുറേ ദൂരം പോയി കഴിഞ്ഞാൽ മന്ദിർ എത്തും. അവിടെ പോയി ആരതിയൊക്കെയാണ്. എന്തായാലും എൻ്റെ സ്വീറ്റ് മേക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടിയതാണ്. നമുക്ക് ആ ഭാഗത്തേക്ക് തന്നെ ഇദ്ദേഹമാണ് മിസ്റ്റർ ലാല എന്ന് പറയുന്ന ഈ കടയുടെ ഉടമസ്ഥൻ. ലാല മിസ്ഥാൻ ഭണ്ഡാർ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്, ഈ സ്വീറ്റ് ഷോപ്പിൻ്റെ. അപ്പോൾ വർഷങ്ങളായിട്ട് ഈ സ്വീറ്റ്സ്, എസ്പെഷ്യലി മാൽപ്പുവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, റാബ്രി മാൽപ്പുവയൊക്കെ ഉണ്ടാക്കുന്നതിൽ സ്പെഷ്യലൈസ് ചെയ്തവരാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് വന്നിട്ടുള്ളതാണ്. ഇത് പല മാഗസീൻസിലായിട്ട് കണ്ടില്ലേ. ലാല എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ്. ഇവിടെ ഏറ്റവും ഫേമസ് ഇവിടുത്തെ ഗുലാബ് ജാമുനും ഇവിടുത്തെ മാൽപ്പുവയാണ്. അത് ലാല സ്പെഷ്യൽ. അപ്പോൾ ലാല ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹം പണ്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നതിൻ്റെ പിക്ചറാണ് ഇങ്ങനെ മാഗസീൻസിലൊക്കെ വന്നത്. അതിവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പം റാബ്രി മാൽപ്പുവ കണ്ടു കഴിഞ്ഞു, വെരി ടേസ്റ്റി. പിന്നെ രണ്ടാമത് നമ്മൾ കണ്ടതാണ് സാധാ മാൽപ്പുവ. അപ്പോൾ അതിൻ്റെ ബാറ്ററാണ് ഇവിടെ കലക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ വേറെ ഒന്നുമില്ല. ഗോതമ്പ് മാവും
അതിനോടൊപ്പം പഞ്ചസാരയും കുറച്ച് കേസരി കളറും. നമ്മൾ ഗോതമ്പ് ദോശയ്ക്കൊക്കെ കലക്കുന്ന പോലെ ഗോതമ്പ് മാവിൻ്റെ കൂടെ പഞ്ചസാരയും കേസരി കളറും ഇട്ട് കലക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് ഇപ്പോൾ മാൽപ്പുവ പൊരി ഒഴിക്കുന്ന പോലെ തവിയിൽ നെയ്യിലേക്ക് പൊരി ഒഴിക്കും. അപ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അത് റെഡിയായി വരും. തിരിച്ചു മറിച്ച് വിട്ട് എടുക്കുന്നു. അത് സാധാ മാൽപ്പുവ. അതും നല്ല സ്വാദാണ്. പക്ഷേ ഇത് എക്സെപ്ഷണലി ഗുഡാണ് നമ്മളുടെ റാബ്രി മാൽപ്പുവ. എന്തായാലും ഇവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ട്. പിന്നെ ഇവരുടെ ഗുലാബ് ജാമുന് ഭയങ്കര ഫേമസ് ആണ്. എന്തായാലും ലാലയുടെ കയ്യിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഗുലാബ് ജാമുൻ നമ്മൾ വാങ്ങിയിരിക്കുകയാണ്. കിട്ടി. വെരി സോഫ്റ്റ്. ഇവിടെ ഈ കട ഏറ്റവും ഫേമസ് ഗുലാബ് ജാമുനാണ് പറയുന്നത്. വളരെ വ്യത്യസ്തമായ സോഫ്റ്റ് ഗുലാബ് ജാമുൻ. ഇവിടെ ഞാൻ പറയുന്നത് എന്തെങ്കിലും നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് ശബ്ദമുഖരിതമാണ് ഈ ബസാർ ഏരിയ. എൻ്റെ സൈഡിലേക്ക് ബാക്കിലേക്കൊക്കെ നോക്കൂ. കംപ്ലീറ്റ് വാഹനങ്ങളും ആൾക്കാരും. ഇവിടെ ബ്ലോക്കായി. ട്രാഫിക് ജാം. അത്രയ്ക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ ഈ സ്ട്രീറ്റിൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന വഴിയാണ്. ഇവിടുത്തെ ഗുലാബ് ജാമിൻ്റെ സ്പെഷ്യാലിറ്റി ഇത് കോവയും മിൽക്ക് പൗഡർ പിന്നെ പനീർ കുറച്ച് മൈദ ഇച്ചിരി സോഡാപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് കുഴച്ചിട്ടാണ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. എൻ്റെ ദൈവമേ ഇവിടെ ശബ്ദം. ഗുലാബ് ജാം കഴിച്ചുകൊണ്ടിരിക്കേണ്ട ലാലയുടെ ഫ്രണ്ടിൽ നിന്നുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ഭാഗ്യമാണ്. ഈ റോഡിലൂടെ പോകുന്ന ആളുകൾ മുഴുവൻ എന്നെ നോക്കിക്കൊണ്ട് പോവാണ്. എന്താണ് ഇവിടെ പരിപാടി ഇത് മനസ്സിലാവണില്ല. എനിവേ ഇത് ഭയങ്കര ഡിഫറെൻ്റാണ്. ഒരു വ്യത്യസ്തമായ ഒരു കൾച്ചറിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാജസ്ഥാനി കൾച്ചർ. ഭണ്ഡാറിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. കട ഭയങ്കര രസമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സിൻ്റെ സ്പെഷ്യാലിറ്റി കടയാണ്. ഭയങ്കര ഫേമസ് ആണ്. പക്ഷേ ഈ ഏരിയ കണ്ടില്ലേ, തട്ടിയാണ് വാഹനങ്ങൾ പോകുന്നത്. ഒരു രക്ഷയില്ല. നമ്മൾ ഇച്ചിരി നേരം കൂടി നിന്നാൽ ഇവിടെ കൂടുതൽ പ്രശ്നമാകും. ഇനി വേറെ ഏരിയാസിലേക്കൊക്കെ നമുക്ക് പോവാം. ദൈവമേ ഏതെല്ലാം വഴി കൂടെയാണ് വാഹനങ്ങൾ വരുന്നതെന്നറിയില്ല. കൂടുതലും ടൂ വീലേഴ്സ്. ഇവിടെ ഇപ്പം ഇച്ചിരി തിരക്ക് കുറഞ്ഞിരിക്കുന്ന സമയം നോക്കി നമ്മൾ വീണ്ടും മുന്നോട്ട് യാത്രയാണ്. ഇവിടെ കുറേ സിൽവർ ആൻറ്റിക്സ് അങ്ങനത്തെ കുറേ സ്റ്റോൺസിൻ്റെ ഒക്കെ ജുവലറീസ് ഉണ്ട്. ഋഷഭ് ദേവ് ജുവലേഴ്സ് നോക്കാം. ഒരുപാട് കാര്യങ്ങൾ കാണുന്നു. ഒത്തിരി കാര്യങ്ങൾ. ഇത് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള വളരെ പഴക്കം ചെന്ന ആൻറ്റിക് ഒറിജിനൽ 24 കാരറ്റ് ഒറിജിനൽ ഗോൾഡിലും പിന്നെ സിൽവറിലൊക്കെ പണ്ട് തൊട്ടുള്ള പഴയ തലമുറകൾക്ക് മുന്നേ പഴയ ആൾക്കാരുടെയൊക്കെ കളക്ട് ചെയ്ത് ഗോൾഡ്. ദിസ് ഇസ് ഗോൾഡ്. റിയൽ ഗോൾഡ് ആൻറ്റിക് പീസസ് ഒക്കെയാണ് കണ്ടില്ലേ. പഴയ ഇവരുടെയൊക്കെ മുത്തശ്ശിമാരൊക്കെ ഇട്ട് നടന്ന ചുട്ടികൾ, മാലയുടെ പെൻറ്റൻസ്, കമ്മൽ കാണുമ്പോൾ തന്നെ ആ പഴമ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിപ്പോൾ രുദ്രാക്ഷത്തിലിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. ഗോൾഡിൻ്റെ സാധനങ്ങളാണ്. ഒറിജിനൽ ഗോൾഡ് ആൻറ്റിക് വൺസ്. ഓക്കെ ആർച്ചേഴ്സ്, അതായത് അമ്പും വില്ലും ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിച്ചിരുന്ന റിങ്ങാണിത്. ആർച്ചർ റിങ് അല്ലേ. ആർച്ചർ റിങ് ഇതെല്ലാം ഇങ്ങനെ പ്രഷ്യസ് സെമി പ്രഷ്യസ് സ്റ്റോൺസിലൊക്കെയാണ്. റൂബി, എമറൽഡ്, ഡയമണ്ട്, ഇനാമലിൽ ഡയമണ്ട്സ്, റൂബി, എമറൽഡ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ഗോൾഡ് ആൻഡ് സിൽവർ. ഇത് ആണ് ആർച്ചേഴ്സ് അല്ലേ. ആർച്ചേഴ്സ് റിങ്
ഇത് അഗെയിൻ ഒരു നോസ് റിങ്, മൂക്കിലെ റിങ്ങാണ്, മൂക്കിലിങ്ങനെ ഇടുന്ന ഇത്. കൃഷ്ണ ഭഗവാന്റെ. ഓക്കെ, ഇതുപോലത്തെ പെൻഡന്റ് ഇടാറുണ്ടെന്ന് കൃഷ്ണ ഭഗവാന്റെ ഒക്കെ. സൂര്യ ഭഗവാൻ. ഇതൊരു പെൻഡൻ്റാണ്. ഇതിന് അത്ര വിലയേ ഉള്ളൂ, അതെനിക്ക് തോന്നുന്നവർക്ക് തെറ്റിയതായിരിക്കും. 15,000 rupees എന്നാണ് പറയുന്നത്. ദിസ് മസ്റ്റ് ബി ഹെവി, നോ? ലൈക്ക് കിട്ടുന്ന വെയിറ്റ് അനുസരിച്ചിട്ടാണ്. പക്ഷേ ഈ ആൻറ്റിക്കിൻ്റെതായ ഒരു വാല്യൂ ഉണ്ടല്ലോ, കാണാത്ത കാര്യങ്ങളില്ലേ. ഇങ്ങനെ ഒരുപാട് പ്രഷ്യസ്, സെമി പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പണ്ടത്തെ രാജസ്ഥാനി ലേഡീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് ഓഫ് ഓർണമെൻറ്റ്സ് ആണ് ഇതിലെല്ലാം. അതൊക്കെ ഇങ്ങനെ ഗോൾഡ്. ഓക്കെ, റിയൽ ഗോൾഡ് പീസസ് ആണ് ഇത് ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് അല്ലേ. അയ്യോ, നമ്മളുടെ താലിയുടെ വലിയ രൂപം ഇത്. എല്ലാം ഡിഫറെൻറ്റ് പാറ്റേൺസ്. ഇതൊക്കെ സ്വർണ്ണമാണ്, പഴയ സ്വർണ്ണം, 24 കാരറ്റ്. മോതിരങ്ങൾ കണ്ടില്ലേ, വെറൈറ്റീസ് എല്ലാം. റൂബി, റോസ് കട്ട് ഡയമണ്ട്, എമറൽഡ്, ഗോൾഡ്, സിൽവർ. ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേൺ ആയിട്ട്. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്, പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഗോൾഡ് ഇവരുടെ ഉണ്ടെന്നാണ് പറയുന്നത്. നൈസ് സംഭവമാണ് കേട്ടോ, നല്ല പാറ്റേൺ. ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്, സിൽവറിൽ പ്ലേറ്റ് ചെയ്താണ്, പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ ഗോൾഡ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ പണ്ടത്തെ ഫാഷനാണ്, ഇവിടുത്തെ രാജസ്ഥാനി പാറ്റേൺസ്. ഇതെല്ലാം ഇവരുടെ പഴയ തലമുറകൾ ഈ വില്ലേജസിലൊക്കെ താമസിക്കുന്ന അവരുടെ ആ ലേഡീസ് കണ്ടിട്ടില്ലേ, രാജസ്ഥാനി ലേഡീസിൻ്റെ ഒരു വേഷം, അവരുടെ ഒരു കൾച്ചർ, സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അവരിടുന്ന വള, മാല, കമ്മൽ, ഈ തലയിലുള്ള ഓർണമെൻറ്റ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലിൽ, കയ്യിൽ ഒക്കെ ഉണ്ട്. Silver, yeah? Silver, yeah. These are designs, scrolls. In olden time, people used to put message inside and send one place to another place for sending letters. Sending letters, okay. ഓക്കെ, ഇത് സിൽവറിലുള്ള ഇതാണ്. ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് മെസ്സേജ് കൊടുത്തയക്കുന്ന കത്തുകൾ ഇതിനകത്തിട്ടിട്ട്. Fully handmade cutting work on it and elephant with upper trunk bring good luck. ഓക്കെ, ഇത് 2 എലിഫൻറ്റിനെ വെച്ച് ഗുഡ് ലക്കാണ് ചിഹ്നം. കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണെന്ന് പറയുന്നത് സിൽവറിൽ ഇങ്ങനെ ചെയ്യുന്നത്. On the plain thing here we can engrave your name, others. ഇവിടെ പേരൊക്കെ എഴുതി ആർക്കാണ് അയക്കുന്നതെന്നൊക്കെ വേണമെങ്കിൽ എൻഗ്രേവ് ചെയ്ത് അയക്കാമെന്ന് പറയുന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, റെയർ പീസസ് ആണ് ഇത്തരം കാര്യങ്ങൾ. ഇത് ഇങ്ങനത്തെ കുറേ കടകളുണ്ട് ഇവിടെ. എന്താ വെയിറ്റർ, ഇത് സ്ത്രീകൾ കാലിലിട്ടിരുന്ന സാധനമാണ്. നല്ല ഭാരം. ഇത് 100 വർഷത്തിലേറെ പഴക്കമുള്ള ആംഗ്ലറ്റ്സ് ഒക്കെയാണ് കാലിലിടുന്ന. 1 കിലോ ആണ് ഒരു പേരിൻ്റെ വെയിറ്റ്. ഇത് കയ്യിലൊക്കെ ഇങ്ങനെ ഇടത്തില്ലേ, എൻ്റെ കയ്യിലൊന്നും കയറത്തില്ല, അത് വേറെ ആരും. എനിക്ക് കയറ്റി ഇറക്കാൻ പറ്റിയില്ലെങ്കിലോ, കൈ പുറത്തേക്ക് മുതലേക്ക് എത്തി അപകടം. ഇതാണെങ്കിൽ വലിയ കുഴപ്പമില്ല, കാര്യം ഇത് ഇങ്ങനെയെങ്കിലും പുറത്തിറക്കാം. സൂക്ഷിച്ച് വേണം. അതേ കണ്ടോ, നൈസ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രഡീഷണൽ സിൽവർ വെയർസ്, സിൽവർ ജുവലറീസ്, പലതരം പാറ്റേൺസ്. ഇതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാക്കണമെങ്കിൽ സ്വർണ്ണത്തിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ആലോചിച്ചു. പണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലേഡീസ്, രാജസ്ഥാനി ലേഡീസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊരു ആൻറ്റിക് ജുവലറി കിട്ടുന്ന കടയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഈ ജുവലറിക്കെല്ലാം ഈ ആഭരണങ്ങൾക്കെല്ലാം ഒരുപാട് കഥ പറയാനുണ്ടാവും. ഇത് എത്രയോ പഴക്കം ചെന്നതാണ്. അപ്പോൾ എത്രയോ അമ്മമാരുടെ കൈകളിൽ, കാലുകളിൽ മാലയായിട്ടല്ല, അത് കഴുത്തിലും തലയിലും ഒക്കെ അവരലങ്കാരത്തിന് ഉപയോഗിച്ചിരുന്നതായിരിക്കും അല്ലേ. അവരൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, പക്ഷേ അവരുടെ ജുവലറീസ് എല്ലാം ഇങ്ങനെ സൂക്ഷിക്കുന്നു. ഇതാണ്. ഇത് മറ്റൊരു സാധനം കണ്ടോ, ഇതിങ്ങനെ ഇവിടെയൊക്കെ ഇടുന്നതാണ് സിൽവർ. പോളിഷ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. ഇത് സിൽവർ ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഹെവി സാധനമാണ്.
ഇതൊക്കെ അവർ ഇട്ടിട്ട് നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്തൊരു ഭാരമായിരിക്കും. സാധല്ല ഇതിന്. രാജസ്ഥാനി ജ്വല്ലറി പണ്ടേ ഫേമസ് ആണ് ഇങ്ങനത്തെ കാറ്റ്. ഇത് നെക്ക്. ആ അതെ, ഞാൻ പേടിച്ചു ഇങ്ങനെ കഴുത്തേൽ കയറുന്നത്. ഐസ പിച്ചേസേ. ഒരു കണ്ണാടിയിലൊന്ന് നോക്കട്ടെ. ഇത് നല്ല ഭംഗിയുണ്ട്. ഇന്നത്തെ എൻ്റെ ഡ്രസ്സിൽ പക്ഷേ ഇത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ബഞ്ചാറാസ് ട്രൈബൽ ആൾക്കാർ വില്ലേജിലൊക്കെ ഉള്ള ബഞ്ചാറ ലേഡീസ്, ഈ ഫാമർ ഗ്രൂപ്പ്, കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് ഇത്തരം മാലകൾ, ഇത്തരം ഓർണമെൻറ്റ്സ്. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ലേഡീസ് ഇതൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ സിറ്റിയിലല്ലേ കിടന്ന് കറങ്ങുന്നത്. ശരിക്കും ഇതിൻ്റെ റൂറൽ ഏരിയാസിൽ പോകണം. അപ്പോൾ ആണ് ശരിക്കും ഇതെല്ലാം എന്താണ് പലരും അതായത് പല ട്രൈബ്സ്, പല കമ്മ്യൂണിറ്റീസ്, പല കാസ്റ്റ്. അപ്പോൾ ഓരോരുത്തരുടെയും ഗ്രേഡ് അനുസരിച്ചിട്ടാണ് അവരുടെ ജുവലറിക്കും പാറ്റേൺ ഉണ്ടെന്നാണ് പറയുന്നത്. കുറഞ്ഞ ജാതിക്കാർ ഒരു തരം ജുവലറി, കുറച്ചുകൂടെ കൂടിയ ആൾക്കാർ, അപ്പർ കാസ്റ്റ് ആൾക്കാർ ഒരു പല. അതല്ല, ഇത് വേറൊരു പാറ്റേൺ. ആ ട്വിസ്റ്റ്. ഓ ട്വിസ്റ്റ് ചെയ്തിടാൻ പറ്റും. ആഹാ കണ്ടോ, പീകോക്സ് ഒക്കെ സിൽവറാ. പിന്നെ എല്ലാ പരിപാടിയാണ് കണ്ടോ. ഇത് മറ്റൊരു പാറ്റേൺ.